ഹലോ ഹായ്, ഇന്ന് നമ്മുടെ പ്രണയശലഭത്തിന്റെ 7ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണയശലഭം അധ്യായം 7, പ്രണയ നോവൽ. സെബാസ്റ്റ്യനും ഉണ്ണികൃഷ്ണനും അപ്പുറവും ഇപ്പുറവും ആയിരുന്നു ഇരുന്നത്. ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിരുന്ന ഭക്ഷണങ്ങൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കഴിച്ചത്. ഇല്ലായ്മകളും ഉള്ളതും എല്ലാം അറിഞ്ഞത് ഒരുമിച്ചായിരുന്നു. ഉമ്മയെ അവര് ഉമ്മ എന്നും അവരുടെ അമ്മയെ അമ്മ എന്നുമാണല്ലോ ഞാനും വിളിച്ചിരുന്നത്. ഇല്ലാതാക്കാനായി ഇവർ തുനിഞ്ഞിറങ്ങുന്നത് അത്രയും ആ സൗഹൃദങ്ങളെയാണല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളു കിടുങ്ങുകയാണ്. ആഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ രാജ്യത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. ഓരോ വീടുകളിൽ നിന്നുമാണ് തേങ്ങയും വെല്ലവും അരിയൊക്കെ കൊണ്ടുവരുന്നത്. ഒടുവിൽ കൊതിപ്പിക്കുന്ന ഗന്ധവുമായി അരിപ്പായസം റെഡിയാകുമ്പോൾ അതോടൊപ്പം ദേശസ്നേഹവും കുതിച്ചു വരും. എന്താണ് നീ ഇത്ര ആലോചിക്കാൻ? റൊട്ടിയും നല്ല ചൂടുള്ള നെയ്യും പിന്നെ കുറച്ച് പച്ചക്കറികളും അവന്റെ മുന്നിലേക്ക് വെച്ചു. കഴിച്ചോ. അവൻ ആർത്തിയോടെ ഭക്ഷണം പകത്താക്കുന്നത് അയാൾ നോക്കി നിന്നു. അവിടെ കൂടിയിരുന്നവർ സംസാരിച്ചത് ഒരു ഇസ്ലാമിക രാഷ്ട്രങ്ങളെക്കുറിച്ചായിരുന്നു. മറ്റു മതവിഭാഗങ്ങളെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചായിരുന്നു. മദ്രസയിലെ കിതാബ് പഠിപ്പിക്കുന്ന ഉസ്താദ് ഒരിക്കൽ പോലും അന്യമതസ്ഥരെ വെറുക്കാനും അവരെ ഇല്ലാതാക്കാനും പഠിപ്പിച്ചില്ല. നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിന്റെ അയൽവക്കക്കാരനോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ നബിയുടെ വാചകങ്ങളൊന്നും തന്നെ അവിടെ അവർ ചർച്ച ചെയ്തില്ല. മറ്റു മതസ്ഥരെ പൂർണ്ണമായും രാജ്യത്തു നിന്നും ഇല്ലാതാക്കണമെന്ന് അവർ ഷാഢ്യം പിടിച്ചപ്പോൾ നബിദിനത്തിന് റാലി കഴിഞ്ഞു കടങ്ങുന്ന മക്കൾക്ക് നാരങ്ങ വെള്ളം ഒരുക്കി കൊടുത്തിരിക്കുന്ന കാർത്തിയാനിയമ്മയെ ഓർത്തുപോയി. ആ ക്യാമ്പിൽ വലിയ ഒരുക്കങ്ങൾ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി താടി നീട്ടി വളർത്തിയ ഒസാമ ബിൻ ലാദനെ പോലെയുള്ള ഒരാൾ അവിടെ എത്തി. അയാള് അവിടെ കൂടിയിരുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചു. അടുത്തു വരുമ്പോൾ ഒരു വല്ലാത്ത സുഗന്ധം അയാളിൽ നിന്നും വമിക്കുന്നുണ്ടായിരുന്നു. ഒരു പീഠത്തിൽ കയറിയിരുന്ന അയാൾ സംസാരിച്ചു തുടങ്ങി. വളരെ വികാരഭരിതനായി അയാൾ സംസാരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ എന്നും കേരളം എന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ അയാൾ കണ്ണു നിറച്ചു കാണിച്ചു. വികാരഭരിതനായ പ്രസംഗങ്ങൾ അവസാനിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ റംഷി അങ്ങനെയിരുന്നു. പ്രസംഗത്തിന്റെ അവസാനം അനുയായികളായ പലരും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് കേട്ടു. ഉറക്കെയാണ് അവർ പറയുന്നത്. അള്ളാഹു മഹാനാണ്, അവൻ വലിയവനാണ് എന്ന് മദ്രസയിൽ പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു പറഞ്ഞ നിയമങ്ങളിലെവിടെയും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ പറയുന്നില്ല. ആളുകളെ മുഴുവൻ കൊന്നൊടുക്കാൻ തീരുമാനിക്കുന്ന ഇവർക്ക് അള്ളാഹുവുമായി എന്തു ബന്ധമാണുള്ളത് എന്നാലോചിച്ചു പോയി. പ്രസംഗത്തിന് ശേഷം പലരും പല വഴിക്ക് പിരിയുമ്പോഴും അവർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാതെ അന്തം വിട്ടിരിക്കുകയായിരുന്നു റംഷി. അവിടെ കണ്ട മലയാളി ചങ്ങാതി വളരെ സന്തോഷവാനായിരുന്നു. എടോ റംഷി, താൻ കേട്ടില്ലേ, നമ്മുടെ രാജ്യമുണ്ടല്ലോ അത് തകരാൻ പോവുകയാണ്. റംഷി അയാളെ സൂക്ഷിച്ചു നോക്കി. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നമ്മുടെ നാട് നശിക്കാൻ പോവുകയാണെങ്കിൽ സങ്കടമല്ലേ വേണ്ടത്? നീ വെറും ഒരു മണ്ടനെ തന്നെ ജീവിക്കാണല്ലേ. ആരും തന്നെ വേണ്ടടോ, നമ്മൾ മാത്രം മതി നമ്മുടെ നാട്ടിൽ. സാവു പറഞ്ഞത് കേട്ടില്ലേ, ഇന്ത്യയിലെ മുഴുവൻ ആളുകളെ ഇല്ലാതാക്കുമെന്ന്. അതിന് നിന്നെയും എന്നെയുമാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. റംഷി അത് കേട്ട ഉടനെ ചാടി എഴുന്നേറ്റു. എന്ത് വിഡ്ഢിത്തരാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ നാടിനെ ഇല്ലാതാക്കാൻ നമ്മൾ തന്നെ ഇറങ്ങിയോ? എന്നെ കൊണ്ടാവില്ല. ഉണ്ടാണ്ട് അവിടെ കുത്തിരിക്കുക ഹറാമേ. എൻ്റെ വായ പൊത്തിക്കോ, ഇല്ല ഇവിടെ ഇരിക്കുന്നവർ മുഴുവൻ നിന്നെ ചുട്ടു ചാമ്പലാക്കും. നിന്റെ വീട്ടിലെ ഉപ്പയും ഉമ്മയും അനിയനും അനിയത്തിയും പിന്നെ നാട്ടിൽ നിന്ന് നിന്നെ അന്വേഷിച്ചിറങ്ങിയ സീനത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയും ഒരാളെയും അവർ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്നെ ഏൽപ്പിച്ച ജോലി നീ കൃത്യമായി ചെയ്തില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരൊന്നും ഇനി നിനക്കുണ്ടാവില്ല. അയാൾ പറയുന്നത് കേട്ട് റംഷി അത്ഭുതത്തോടുകൂടി അയാളെ നോക്കി. വേറെ ഒന്നുകൂടി നിനക്ക് കാണണോ? അയാളുടെ ചോദ്യത്തിൽ അത്ഭുതം തോന്നിയ അവൻ അയാളെ ഒന്ന് നോക്കി. ഫേസ്ബുക്ക് പേജ് തുറന്ന് അയാളൊരു ചിത്രം അവന് നിരന്നിട്ടി. ISSന്റെ പതാക പുതച്ചിരിക്കുന്ന റംഷിയുടെ മുഖം അവൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. ഇതെന്താണ്? എപ്പോ എടുത്തതാണ്? അയാൾ പൊട്ടിച്ചിരിച്ചു. ഇവിടെ മാത്രമല്ല, നിന്റെ നാട്ടിൽ ഇതൊക്കെ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് ഞാനിവരുടെ ഫ്ലാഗ് പുതച്ച് ഇങ്ങനെയൊന്നും ഇരുന്നിട്ടില്ല. ഞാനിപ്പോഴും ഇവരെ അംഗീകരിക്കുന്നില്ല. കൊള്ളാം. സാ പറഞ്ഞാലേ നിന്റെ തല കാണൂല. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തന്നെ തിന്നണമെന്ന് നിനക്കറിയില്ലേ? മരുഭൂമിയിലെ ആളുകൾക്കൊപ്പം എരിഞ്ഞു തീരാറായ നിന്റെ ജീവിതം രക്ഷിക്കാൻ നീ പറയുന്ന നിന്റെ നാടുണ്ടായില്ലല്ലോ. നിന്റെ ഫേസ്ബുക്ക് ഹാക്കായിട്ടുണ്ടാവും. റംഷി ഒന്നും മിണ്ടാതെ അങ്ങനെയിരുന്നു. അധ്യായം 11. അന്ന് സീനത്തിനെ സംബന്ധിച്ചത് ഏറ്റവും വലിയൊരു ദിവസമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവനെ കുറിച്ച് അന്വേഷിച്ച് എവിടെയും എത്താത്ത ഒരു ദിവസം. ഇനി എന്താണ് ചെയ്യുക? ഈ ദുബായ് നഗരത്തിൽ എവിടെയാണ് ഒന്ന് അന്വേഷിക്കുക? വീട്ടിലേക്കൊന്ന് ഫോൺ വിളിക്കാൻ കൂടിയുള്ള ധൈര്യമില്ല. എത്രയും പെട്ടെന്ന് റംഷിയെ കണ്ടെത്തുക
തിരിച്ചു വീട്ടിലേക്ക് പോവുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. കയ്യിലെ സമ്പത്തൊക്കെ തീർന്നു തുടങ്ങിയിരിക്കുന്നു. കണ്ണുകൾ അടച്ച് റംഷിയെ ഓർക്കാൻ കൊതി തോന്നുന്നു. നമ്മൾ ഹൃദയം കൈമാറിയെന്ന് ആകാശമാണ് പറഞ്ഞത്. മഴയായിരുന്നില്ലേ അതിനെല്ലാം സാക്ഷി? കടലിനെയല്ലേ കൂട്ടുപിടിച്ചത്? നിലാവ് പറഞ്ഞതുപോലെ നമുക്ക് ഹൃദയം കൊണ്ട് അടുത്ത ജന്മത്തിലും പരസ്പരം തിരിച്ചറിയാനാകുമായിരിക്കും. ജീവൻ ബലികൊടുത്ത് ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ചിട്ടും ഓർത്തു വെക്കാൻ മാത്രം സാധിച്ച ചിലതില്ലേ ജീവിതത്തിൽ? എനിക്ക് ഉറപ്പുണ്ട് റംഷി, വൈകിയാണെങ്കിലും ജീവിതത്തിൽ ആകമാനം മാറ്റിമറിക്കുന്ന ഒരാൾ വരുമെന്ന്. നമ്മളൊന്ന് തളർന്നു വീഴുമ്പോൾ താങ്ങിപ്പിടിക്കുന്ന ഒരാൾ. കണ്ട നാൾ മുതൽ ഹൃദയത്തിൽ ആലേഖനം ചെയ്ത മനോഹരമായ ചിത്രമാണ് നീ. എങ്ങോ പോയി മറഞ്ഞപ്പോഴും ഓർമ്മയുടെ താളുകളിൽ മറിക്കുമ്പോഴും ഇന്നും നിറം മങ്ങാതെ ആ ചിത്രം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3 വാക്കുകളും പിന്നെ 3 വാക്കുകൾ ചേർന്ന ഒരു വാചകമാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം. എന്താണെന്ന് നീ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കാറില്ലേ? യഥാർത്ഥമായി ഭ്രാന്തമായി ആഴത്തിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ലെന്ന പൂർണ്ണ ബോധ്യമുള്ള പ്രണയമാണ് യഥാർത്ഥ പ്രണയം. അതിന് 100 മേനി അഴകും ആത്മാർത്ഥതയും ഉണ്ടാകും. അവിടെ ചതിയുടെ ലോകമോ വിരഹത്തിന്റെ വേദനയോ ഉണ്ടാകില്ല. എന്നും വാടാത്ത പുഷ്പമായി ഹൃദയത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. കൂടെയില്ലെന്നുറപ്പായ ഒരു ഇഷ്ടത്തെ കൂടെയുണ്ടെന്ന തോന്നലിൽ ഓർമ്മകളാൽ വീണ്ടെടുത്ത് അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമെങ്കിൽ നിന്നെ എത്രമാത്രം ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഓർമ്മയുടെ അടിവേരുകൾ ഇളക്കി നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ചിലതുണ്ട്. ഞാനും നീയും ഓടി നടന്ന തൊടിയും ഇടവഴികളും. അതല്ലാലും അങ്ങനെയാണല്ലോ മാഷേ. ചില ഇടങ്ങളുണ്ട് നമ്മൾ നമ്മളെ തന്നെ മറന്നു വെക്കുന്ന ചില ഇടങ്ങൾ. പിന്നീട് എപ്പോഴെങ്കിലും കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നെന്ന് ഓർമ്മപ്പെടുത്തുന്ന ചിലയിടങ്ങൾ. 5 തളിൽ പ്രണയം നിറച്ചു വെച്ച് ജീവിച്ച് കൊഴിഞ്ഞു വീണ ചെമ്പരത്തിയെ നാടറിഞ്ഞത് ഭ്രാന്തി എന്നാണ്. ഇപ്പോൾ നിന്നെ അന്വേഷിച്ചിറങ്ങിയ എന്നെയും ഭ്രാന്ത് എന്ന് വിളിക്കുന്നുണ്ടാവും. പൂവായി സ്ത്രീയെ വർണ്ണിക്കപ്പെടുമ്പോൾ തേൻ നുകരാൻ എത്തിയ വണ്ട് എന്ന് പുരുഷനെ വർണ്ണിച്ച് താങ്ങി നിർത്തുന്ന തണ്ടെന്ന് കുറിച്ചിരുന്നെങ്കിൽ ചിന്തയും സമൂഹവും ഒന്നും മറ്റൊന്നായനെ. പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്നൊരു സംശയമില്ലേ? ഇന്നും ഉത്തരമില്ലാതെ ഞാൻ ആലോചിക്കുന്ന എന്തോ ഒന്ന്. ചെമ്പരത്തിയും വാകയും പൂക്കളല്ലേ? ഒരേ നിറമല്ലേ? എന്നിട്ടും എന്തേ ഒരുവളെ പ്രണയമെന്നും മറ്റൊരുവളെ ഭ്രാന്തിയെന്നും വിളിച്ചു? ഉമ്മയും ബാപ്പയൊക്കെ എന്നെ പൊട്ടക്കിണറ്റിലെ തവള എന്നാണ് വിളിക്കാറ്. ഒരു പൂന്തോട്ടം തന്നെ ചുവന്നു പൂത്താലും നീ എന്ന ഒരു പൂവിന് പകരമാവില്ലെന്ന് എനിക്കറിയാം. എന്നിലേക്ക് ഒഴുകിച്ചെല്ലാൻ കടലാഴം വരെയും. പക്ഷെ ഒഴുക്കിൽപ്പെട്ട എനിക്കിഷ്ടം നിന്റെ പൊട്ടക്കിണറ്റിലെ തവളയാവാനായിട്ട്. കവികൾ അങ്ങനെ പറഞ്ഞത് വെറുതെ ആവില്ലല്ലോ മാഷേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെട്ടിമാറ്റിയാലും ശിഖരങ്ങൾ മുളയ്ക്കുന്ന വേരുകൾ ആഴുന്ന കത്തിയമർന്നാലും പുതുനാമ്പിനായി തീരുന്ന നീ എന്ന ലഹരിയുടെ അടിമയാണല്ലോ മാഷേ ഞാൻ. ഇവിടെ നിന്റെ ഓർമ്മകൾ മാത്രം മതി. എനിക്ക് നീ ഒരു ചുംബനം കൊണ്ട് എന്നിൽ നീ ഒരു വസന്തം തീർക്കും. ഞാൻ നിന്റെ രുചിയായി മാറും. നമ്മൾ ഒരുമിച്ച് പൂത്ത കാടായി മാറും. ആരോ പറഞ്ഞത് കേട്ട് എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി നടന്നത് ഓർമ്മയുണ്ടോ നിനക്ക്? പിഴുതെറിയരുത്. പടർന്നതേ നിന്നിലുള്ള വേരുറച്ചു പോയതിലെല്ലാം എൻ്റെ ഉള്ളിലാണ് മാഷേ. അനുഭവപ്പെടുന്ന ഓരോ ശൂന്യതകളിലും പ്രിയപ്പെട്ട ഒരാളെ നിറച്ച് ആ മനുഷ്യനാൽ നമ്മൾ സമ്പന്നരാകുക എന്നതിനെ നമ്മൾ പ്രണയത്തിലാവുക എന്നുകൂടി അർത്ഥമുണ്ട്. നീ എൻ്റെ അടുത്തുള്ളതിനേക്കാൾ കൂടുതൽ പ്രണയം അനുഭവപ്പെടുന്നത് എനിക്കിപ്പോഴാണ്. എൻ്റെ ചില വിചിത്രമായ വാക്കുകൾ എന്നെ ഇപ്പോഴും കൗതുകപ്പെടുത്തുന്നു. ഇടവപ്പാതയിൽ എനിക്ക് നിന്റെ ഉടയാടയാവണം. മഴയിട്ടിച്ച് അങ്ങനെ അഴയിൽ കിടക്കണം. നീ എടുത്തണയുമ്പോൾ നിന്നോടൊട്ടി അങ്ങനെ കിടക്കണം. ചൂടുപറ്റി അങ്ങനെ ഉണങ്ങണം. സീനത്ത് കിടക്കുന്ന മുറിയുടെ വാതിൽ പതുക്കെ ഞരങ്ങി മാറുന്നത് പോലെ അവൾക്ക് തോന്നി. അവളൊന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചുവെങ്കിലും ഇരുട്ടിൽ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഓർമ്മകളുടെ ശ്മശാന തീരത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ മുറിയിലെ വെളിച്ചം അണച്ചിരുന്നു. അല്ലേലും റംഷിയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഇങ്ങനെയാണ്. ഇരുട്ടിൽ വെറുതെ കണ്ണടച്ച് കിടക്കുമ്പോൾ ഓർമ്മകളിലേക്ക് അവൻ ഓടിയെത്തും. അവന്റെ കുസൃതികളിൽ പകുതിയും ശരീരത്തിനാകനെ വിറകൊള്ളിക്കും. അതിനർത്ഥം ശരീരം മുഴുവൻ അവൻ പടർന്നു കയറുന്നുവെന്നാണല്ലോ. കണ്ണുകൾ അടച്ചു കിടക്കുന്നത് കൊണ്ടാവാം ഉറക്കം പതുക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അതിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. തന്റെ കാൽഭാഗത്തുനിന്നും എന്തോ ഒന്ന് ശരീരത്തിലേക്ക് ഇഴഞ്ഞു കയറുന്നതുപോലെ അവൾക്ക് തോന്നി. തന്റെ ബെഡുകൾ ആരോ കീഴടക്കുന്നത് പോലെ. സർവശക്തിയുമെടുത്ത് അവൾ ആ ശക്തിയെ തട്ടിക്കുടയാൻ ശ്രമിച്ചു. എങ്കിലും
ആ ശക്തി അവളെ അങ്ങനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ സുഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. നെറ്റിയിലും കവിളിലും കഴുത്തിലും ചെറിയ കുറ്റിരോമങ്ങൾ ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വപ്നലോകത്താണോ അതോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ അല്പം നിന്നുപോയി സീനത്ത്. അവൾ സർവ്വശക്തിയുമെടുത്ത് അയാളെ തട്ടിയെറിഞ്ഞു. വീണ്ടും വീണ്ടും അയാൾ അവളെ കടന്നു പിടിച്ചുവെങ്കിലും അവൾ കുതിരമാറിക്കൊണ്ടിരുന്നു. എന്തു കണ്ടിട്ടാടേ നിന്റെ മണപ്പ്? കാമുകനെ നിനക്ക് ഈ ദുബായിൽ എവിടെ വെച്ച് കാണാനാ? തന്തയും തള്ളയും ഇട്ടെറിഞ്ഞു. ഏതോ കാമുകന് വേണ്ടി ഇറങ്ങി വന്ന നിനക്ക് എങ്ങോട്ടും പോകാനാവില്ല. ഞങ്ങൾ കുറച്ചു പേരോട് നീയൊന്ന് സഹായിക്ക്. അത് കഴിഞ്ഞ് 500-നും 1000-നും വെച്ച് കുറച്ച് കാശുണ്ടാക്കാൻ പോയി. അവളുടെ കവിളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അവന്റെ സംസാരത്തിന് ഒടുവിൽ അവന്റെ മുഖം അവളുടെ ചുണ്ടുകൾക്ക് നേരെ നീങ്ങിക്കൊണ്ടിരുന്നു. അവളുടെ ഹൃദയം ഇടിക്കുകയായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ അങ്ങനെ നിന്നു. തന്റെ റംഷി ധീരനാണ്. ആരുടെ മുന്നിലും തലകുനിച്ചു കണ്ടിട്ടില്ല. എന്താടാ എന്ന് ചോദിച്ചാ നീ ആരാടാ എന്ന് ചോദിക്കുന്ന പ്രകൃതമാണല്ലോ. അങ്ങോട്ടാരെയും പോയി ചൊറിഞ്ഞ ചരിത്രമില്ല. പക്ഷേ ഇങ്ങോട്ട് വിന്ന മാന്തി വിടാറാണ് പതിവ്. റംഷിയുടെ പെണ്ണാണ് താൻ, പിന്നെന്തിനു പേടിക്കണം? സീനത്തിന്റെ കാലുകൾ ഒന്ന് ഉയർന്നു താഴ്ന്നപ്പോ വേദനയോടുകൂടി മർമ്മസ്ഥാനത്ത് പിടിച്ച് അവനങ്ങനെ ഇരിപ്പായി. ഇനി അവന് ഒന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ നല്ല നേരം ചോദിക്കേണ്ടി വരും. കൈവീശി ഒന്ന് മുഖത്തേക്ക് കൊടുത്തപ്പോഴാണ് സീനത്തിന് ഒന്നുകൂടി ഒരു സമാധാനമായത്. നീ കുറെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടാവും, നിന്റെ 500-ഉം 1000 ദിർഹത്തിനും കൂടെ കിടക്കുന്നവർ. പക്ഷെ ഇത് ജനുസ് വേറെയാണ്. സ്വന്തം പ്രാണനെ അന്വേഷിച്ച് ഒരു രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്ക് ഒരു പരിചയമില്ലാത്തിടത്തേക്ക് വരണമെങ്കിൽ അവളുടെ ആത്മധൈര്യം എന്താണെന്ന് ആലോചിച്ചിട്ട് വേണ്ട ചങ്ങായി അടുത്തേക്ക് വരാൻ. നിന്റെ കിടുങ്ങാണി തൽക്കാലം ഞാനൊന്ന് ഉടച്ചു വാർത്തിട്ടുണ്ട്. നീ ഇനി അതും പൊക്കിപ്പിടിച്ചോണ്ട് വേറൊരു പെണ്ണിന്റെ അടുത്തേക്കും ചങ്ങായി പോവാൻ നിൽക്കണ്ട. അവൻ വേദന കൊണ്ട് പുളയുകയാണ്. എടി പുല്ലേ, നീ നാട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകില്ല. നിന്നെയുണ്ടല്ലോ ഈ ധൈര്യയിൽ ഞാൻ വിറ്റ് കാശാക്കും. ആദ്യം നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കടാ ഷവി. എന്നിട്ടല്ലേ വലിയ വാദങ്ങൾ. പുറത്ത് വാതിലിൽ ആരോ നന്നായി മുട്ടുന്നത് കേട്ടു. അവന്റെ മുഖത്ത് ചിരി വിടർന്നു തുടങ്ങി. നീ തീർന്നടി, നീ തീർന്ന്. എന്റെ ചങ്ങായിമാർ വന്നിനി. ഇന്നിനി നിന്നെ എന്താക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. സീനത്തിന്റെ മുഖത്ത് പതിയെ പേടി പടർന്നു തുടങ്ങി. അവൾ കൈമടക്കി ഒന്നുകൂടി അവന് കൊടുത്തു. അവന്റെ കഴുത്തിലൂടെ ഷാളിട്ട് വലിച്ചു മുറുക്കി. അവൾ ശ്വാസം മുട്ടിച്ചു. വീണ്ടും തുറക്കാത്ത വാതിൽ ചവിട്ടി തുറന്ന് സുഹൃത്തുക്കൾ അകത്തേക്ക് കയറുകയായിരുന്നു. ശ്വാസം കിട്ടാതെ പിടയുന്ന അവനെ കണ്ട് അവർ പേടിച്ചു. അവൻ ശ്വാസം കിട്ടാതെ കണ്ണുകൾ തുറക്കുന്നത് കണ്ട് നോക്കി ചിരിക്കുന്ന അവളെ കണ്ടപ്പോൾ അവൾക്ക് ഭയമായിരുന്നു. പോലീസിനെ വിളിയടാ, ചങ്ങായിമാരിൽ ഒരാൾ അലറി വിളിച്ചു. സീനത്ത് അവന്റെ കഴുത്തിലെ പിടിവിട്ട് വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഓടി. രാത്രിയാണെങ്കിലും അവിടെ ആകെ വെളിച്ചം നടന്നത്. എടാ, ഓള് പോന്നടാ, അവളെ പിടിക്ക്. ആളുകളെല്ലാരും കൂടി അവളെ പിടിക്കാനായി ഓടി. സീനത്തിലെ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. അലക്ഷ്യമായി ആളൊഴിഞ്ഞ തെരുവിലൂടെ അവൾ ഓടിക്കൊണ്ടിരുന്നു. വലിയ കെട്ടിടത്തിലേക്ക് ഓടിക്കയറിയ അവൾ അവിടെ ആരെയും കണ്ടിരുന്നില്ല. കാലപ്പഴക്കത്തിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലായിരുന്നു ആ കെട്ടിടം. പക്ഷെ കാണുമ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അതിൽ താമസക്കാർ ഇല്ലാത്തത് എന്നോർത്ത് അവൾ ശങ്കിച്ചു നിന്നു. ഒത്തിരി ദൂരം ഓടിയത് കൊണ്ടാവണം അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവർ അങ്ങോട്ട് വന്ന തന്റെ കാര്യം തീർന്നു എന്നുള്ളത് അവൾക്കറിയാമായിരുന്നു. പതിയെ തറയിലേക്കിരുന്നു. സാവധാനം ശ്വാസം എടുത്തു തുടങ്ങി. ഇനി അടുത്തത് എന്തെന്നായിരുന്നു ചോദ്യം. അങ്ങനെ റംഷിയെ കണ്ടുപിടിക്കും. എങ്ങനെയാണ് ഇനിയിപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കുക? വിശാലമായി പരന്നു കിടക്കുന്ന അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളും വളരെ തിരക്കേറിയ ആളുകളും. ഇതിലെവിടെയാണ് റംഷിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുക? ഒരു മുറി നിറയെ വസ്ത്രങ്ങൾ അടുക്കി വെച്ചിട്ടും അതിൽ നമുക്ക് പ്രിയപ്പെട്ട ഒന്നുമില്ലെങ്കിൽ, ഒരു പൂന്തോട്ടം എങ്ങനെ പരന്നു കിടക്കുന്നുണ്ടെങ്കിലും നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു പൂവും അവിടെയില്ലെങ്കിൽ, ഒരുപാട് വാക്കുകൾ ചിതറിക്കിടന്നാലും ഒരു വാക്കെങ്കിലും പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വെക്കാത്തിടത്തോളം കാലം, ഒരുപാട് മനുഷ്യന്മാർ കടന്നുപോയാലും കടന്നു കയറിയതിൽ പിന്നെ പോകരുത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളെങ്കിലും ഇല്ലാത്ത കാലം. ജനിച്ചിട്ടുണ്ട്, മരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മളിങ്ങനെ ജീവിക്കാത്തവരായി തുടരും എന്നാണ് തോന്നുന്നത്. പക്ഷേ തൻ്റെ ജീവിതം അങ്ങനെയല്ലല്ലോ. റംഷി തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അവൻ എപ്പോഴും അങ്ങനെയാണ്. ഞാൻ അവനോട് കൗതുകത്തോടെ ചോദിക്കും, നമ്മുടെ പ്രായമായ എന്ത് ചെയ്യുന്നു? എല്ലാവരും നീ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ആരും ഇല്ല എന്ന് എനിക്ക് എന്നുറപ്പാകുന്ന നിമിഷങ്ങളാവുമ്പോൾ ചായാനൊരു തോള് വേണം, കിടന്ന് കരയാൻ ഒരു നെഞ്ച് വേണം, ദൂരം താണ്ടുവാൻ ഒരു കൈയുടെ ബലം വേണം എന്നെല്ലാം നിനക്ക് തോന്നില്ലേ? അപ്പോഴാണ് ഞാൻ പുനർജനിക്കുന്നത്. ഹൃദയവേദനകളിൽ തീ പടർന്ന്
ഒരു വലിയ തിര പോലെ നിന്നടുത്തേക്ക് വരുന്നത്. പിന്നിലെ പ്രണയം അപ്പോഴാണ് നിനക്ക് തുണയാകുന്നത്, തണലാവുന്നത്, നിന്റെ എല്ലാം ആവുന്നത്. ആ സമയം വരെ നിനക്കറിയില്ല ഞാൻ നിന്നെ എത്രമാത്രം പ്രണയിച്ചിരുന്നത്. അവനിങ്ങനെ പറയുമ്പോഴൊക്കെ ഞാൻ അവനെ കൗതുകത്തോടെ നോക്കും. വലിയ തത്വജ്ഞാനിയെ പോലെയാണ് സംസാരം. ശരിക്കും അവനെ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഹൃദയം തുടിച്ചു തുടങ്ങിയതാണ്. ഇനി അവൻ ഇല്ലാത്ത ഒരു മടക്കയാത്രയെക്കുറിച്ച് ഓർക്കുന്നു പോലുമില്ല. ശരിക്കും റംഷി, നിന്നോട് എനിക്ക് ദേഷ്യമാണോ അറിയില്ല, വെറുപ്പാണോ അറിയില്ല, പക്ഷെ ഒരു കുഞ്ഞു പരിഭവം പറയാനുണ്ട്. നിഴലായി മരണം വരെ കൂടെ ഉണ്ടാവുമെന്ന് വാക്കു തന്നിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചതല്ലേ? എന്റെ നിസ്സഹായ അവസ്ഥ കാണാതെ പോയതിൽ, എന്റെ പ്രണയത്തെ വലിച്ചെറിഞ്ഞതിൽ വാക്കുകൾ കൊണ്ട് പറയാനാവാത്ത, നിന്നെ നോവിക്കാനാവാത്ത ഒരു കുഞ്ഞു പരിഭവം. നിന്നെ എനിക്കിഷ്ടമാണ് ചക്ക. വാക്കുകൾ മുട്ടിട്ട് വസന്തം വിരിയും വരെ കാത്തു നിൽക്കാനൊന്നും വയ്യ. വേനലായാലും ശരി, മനമുണരും വരെ നിന്നിൽ എങ്ങനെ പടർന്നു പോകാനാണ് എൻ്റെ ഉദ്ദേശം. അടർന്നു വീഴുവോളം അടുത്തിരിക്കാൻ, നിന്നിൽ നിന്നും നിന്നിലേക്ക് അങ്ങനെ അടുത്തിരിക്കാലോ. നീ ഇലയും ഞാൻ കാറ്റും. കൂടെ പോരാമെങ്കിൽ നിലത്ത് വീഴാതെ, മണ്ണ് പറ്റാതെ ജന്മം മുഴുവൻ കൂടെ പറത്താം എന്ന മാത്രം വാക്കു നൽകുന്നു ഞാൻ. കെട്ടിടത്തിന് താഴെയുള്ള ബഹളങ്ങൾ കേൾക്കാം എനിക്ക്. അവൻ്റെ കൂട്ടുകാർ തപ്പിയിറങ്ങിയതാണ്. ഈ രാത്രി മുഴുവൻ ഇവിടെ തങ്ങുന്നതാണ് നല്ലത്. പകൽ ആളുകളുടെ വെളിച്ചത്തിൽ അവർ ആക്രമിക്കാൻ അല്പം താമസിക്കും. ഉപ്പയും ഉമ്മയും ഒന്ന് വിളിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷേ എങ്ങനെ വിളിക്കും? തന്നെ കാണാതെ അവർ ഒത്തിരി വിഷമിക്കുന്നുണ്ടാവും. വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഒരുപാട് പ്രതീക്ഷകളായിരുന്നല്ലോ. പക്ഷേ എന്തുകൊണ്ടോ റംഷിയെ തനിക്ക് മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേറൊരാളുടെ ഭാര്യയായി ജീവിക്കുന്നത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. റംഷിയെ ഇടയ്ക്ക് പറയാറുള്ളത് പോലെ പൂർണ്ണമാവാത്ത കവിത പോലെ ജീവിക്കുക. ആരെങ്കിലും നിന്നെ മുഴുവനായി വായിച്ചെന്ന് തോന്നുമ്പോൾ അവരുടെ ധാരണകളെ തിരുത്തിക്കൊണ്ട് 2 വരി കൂടി ചേർത്തെഴുതുക. റംഷിയുടെ കൈകൾക്കിടയിൽ കൈകൾ ചേർത്ത് പിടിച്ച് അവനെ നെഞ്ചോട് ചേർക്കുമ്പോൾ അവനിടയ്ക്ക് പറയും, നിന്റേതാണെന്ന് കരുതി സ്നേഹിക്കുക, നിന്റേത് മാത്രമാണെന്ന് കരുതി സ്നേഹിക്കാതിരിക്കുക. ഇതിലും മനോഹരമായി നിനക്കൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല. തെരുവിലൂടെ ഒരു പോലീസ് ജീപ്പ് പോകുന്നത് കാണാം. അവരെ പോയി ഒന്ന് കണ്ട് സംസാരിച്ചത്. പക്ഷേ ഏതു ഭാഷയിലാണ്, എങ്ങനെ സംസാരിക്കും, എങ്ങനെ തുടങ്ങും എന്നൊന്നും അറിയില്ല. ഒരുപക്ഷെ പുറത്തേക്കിറങ്ങിയാൽ അവർ കാത്തിരിക്കുന്നുണ്ടാവും. പിച്ചിച്ചീന്തി തെരുവിൽ വിൽക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. പിന്നെ ചിന്തിച്ചപ്പോൾ അത് വേണ്ടെന്ന് തോന്നി. പതിയെ ചുമരിനോട് ചാരിയിരുന്നപ്പോൾ കുറച്ച് സമാധാനം കിട്ടി. കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ. പക്ഷേ പേടി ഇങ്ങനെ മനസ്സിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. വീടിന്റെ മുറ്റത്തേക്ക് 2-3 പോലീസ് ജീപ്പുകൾ വന്നു നിന്നപ്പോഴാണ് റംഷിയുടെ ഉപ്പയും പാപ്പയും ഒന്ന് ഞെട്ടിയത്. വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങിയ പോലീസുകാർ നേരെ വീട്ടിനകത്തേക്ക് ചാടിക്കയറി. സാർ, എന്താണ് സാർ പ്രശ്നം? അതിൽ ഇൻസ്പെക്ടർ അവരുടെ അടുത്തേക്ക് വന്നു. എവിടെയോ തൻ്റെ മോൻ? സാർ, അവൻ ദുബായിലാണ്, ജോലിക്ക് പോയതാണ്. ആ, കോപ്പ് കൊള്ളാം, അടിപൊളി. ദുബായ്ക്കെന്ന് പറഞ്ഞ് ചെക്കൻ മുങ്ങിയത് ISSകാരുടെ അടുത്തേക്കാണ്. രാജ്യത്തിന് വിറ്റ് പൈസയാണ്. എല്ലാം വഴിയാണ്. തൽക്കാലം നിങ്ങൾ വന്ന് മൊഴി തരണം. സാർ, ഞങ്ങൾക്കൊന്നും അറിയില്ല. കള്ളക്കിഴവാ. മോൻ ചെയ്ത കുറ്റത്തിന് ന്യായീകരിക്കാൻ വന്നാണ്ടല്ലോ, ബൂട്ട് വെച്ചൊരു ചവിട്ട് തരും, നെഞ്ചു താർത്ത് പുറത്തേക്ക് വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് കണ്ടുപറഞ്ഞു നിന്നാൽ കൊള്ളാം തനിക്ക്. സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി. ഇൻസ്പെക്ടർ അയാളുടെ ഫോണിൽ നിന്നും ഒരു കറുത്ത ISSന്റെ പതാക പുറച്ചു നിൽക്കുന്ന റംഷി അവർക്ക് കാണിച്ചെടുത്തു. നിങ്ങളുടെ മോൻ തന്നെയല്ലേ? അതെ സാർ. പക്ഷെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും സ്വന്തം നാടിനെക്കുറിച്ച് നല്ല ചിന്തയുള്ളവനാണ്. അവനിങ്ങനെയൊന്നും ചെയ്യില്ല. ഇവിടുന്ന് ഒരു കഫ്റ്റീരിയ വിസയ്ക്കാണ് അവൻ പോയത്. 1-2 മാസം ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് മാസങ്ങളായി അവനെക്കുറിച്ച് ഒരു വിവരമില്ല സാറേ. അവനൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്. അവളെയും കുറച്ച് ദിവസം മുന്നേ കാണാതായിട്ടുണ്ട്. എവിടെ താനല്ലേ പറഞ്ഞത് തൻ്റെ മോൻ ആളൊരു പാവാണെന്ന്? അവനിങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. അവൻ്റെ കൂടെ അവൻ്റെ പെണ്ണിനെയും കൂടി കൊണ്ടുപോയിട്ടുണ്ട്. അത്രയും സേഫ് അല്ലാത്തവരുടെ അടുത്തേക്ക് ഒരു പെണ്ണിനെയും കൊണ്ട് അവൻ പോകൂടോ? സാറേ, അവനാണ് ആദ്യം ഇവിടെ നിന്ന് കാണാതായത്. പെൺകുട്ടിയെ കാണാതായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമാവുന്നതേ ഉള്ളൂ. ആ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. പെൺകുട്ടികളെ കാണാതായി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുണ്ട്. സാർ, റംഷി കുറച്ച് ദിവസമായി മിസ്സിംഗ് ആണ്. എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണവരെ നാടകം കളി നിർത്തിയേക്ക്. ചെക്കനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി തരണം. അത് തന്നിട്ടുണ്ടോ? ഇല്ല സാർ. വീടിൻ്റെ മുറ്റത്ത് അവിടെ ഇവിടെയും വഴിയരികിലും ആളുകൾ കൂടി തുടങ്ങി. എന്നാൽ
എല്ലാവരും കൂടി വണ്ടിയിലോട്ട് കയറി. SI ഉപ്പയെയും അനിയനെയും പെങ്ങളെയും ഉമ്മയും നോക്കി പറഞ്ഞു. സാർ, ഞാൻ മാത്രം വന്നാൽ മതിയല്ലോ സാർ, ഇവരൊക്കെ എന്തിനാ? ഇൻസ്പെക്ടർ വാപ്പയുടെ കോളറിന് കയറി പിടിച്ചു. പന്നക്കളവാ, നീ കുറേ നേരമായി ഉണ്ടാക്കാൻ നിൽക്കുന്നു. ദേ, മര്യാദയ്ക്കാണെങ്കിൽ നല്ലതാ. പോലീസ് അല്ല പട്ടാളമായിരിക്കും നിന്നെയൊക്കെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. റംഷിയുടെ അനിയൻ മുന്നോട്ട് വന്നു. സാറേ, വാപ്പാന്റെ കോളറിൽ നിന്നും കൈയെടുക്കും സാറേ. ഇൻസ്പെക്ടർ അവനെ നോക്കി മെലിഞ്ഞ് ഈർക്കിൾ പോലെയുള്ള അവനെ നേരെ തിരിച്ചു. നീ ആരടാ? കയറോ വണ്ടിയിൽ? അവനെ അയാൾ തൂക്കി എറിയുകയായിരുന്നു വണ്ടിയിലേക്ക്. ഉമ്മയും പെങ്ങളും നിലവിളിച്ചു. നാട്ടുകാർ കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് എല്ലാവരെയും വണ്ടിയിൽ കയറ്റി അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. നാട്ടിൽ മുഴുവൻ സംസാരം റംഷിയെക്കുറിച്ചായിരുന്നു. എന്താ ആ കുട്ടിക്ക് പറ്റിയേ? ആരുടെയും മുഖത്ത് നോക്കിയൊന്നും പറയാത്ത കുട്ടിയായിരുന്നു. ഇതിപ്പോ റംഷിയുടെ ISS പോസ്റ്റ് വളരെ വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തുകയായിരുന്നു. നാട്ടിൽ കവലയില് റംഷിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ഫ്ലെക്സായി ഉയർന്നു. ചോറിവിടെ കൂറ അവിടെ, പാകിസ്ഥാനിൽ നാടുകടത്തണം എന്ന രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ സംവാദങ്ങൾ ഉയർന്നു തുടങ്ങി. അവന്റെ പെണ്ണായ സീനത്തിനെയും അവൻ ISSൽ ചേർത്തു എന്ന രീതിയിൽ സംസാരങ്ങൾ ഉയർന്നു തുടങ്ങി. ശരിക്കും സീനത്തിന്റെ ഉപ്പയും ഉമ്മയും കണ്ണീരുണങ്ങാത്ത ദിവസങ്ങളായിരുന്നു. തങ്ങളുടെ മകൾ നാടുവിട്ടിരിക്കുന്നു, അതും ഒരു തീവ്രവാദിയുടെ കൂടെ. ഏത് സമയത്തും വീട്ടിൽ കയറി വരുന്ന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പോലീസ് അങ്ങനെ പറഞ്ഞത് തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞ് ഗതികെട്ട് തുടങ്ങിയിരിക്കുന്നു. ഷംല ഷുക്കൂറിനെ ഒന്ന് നോക്കി. ഇക്ക, എന്താടി ഈ അവസ്ഥയിൽ നമ്മൾ ഈ നാട്ടിൽ നിന്നാ? അവളുടെ ഇളയതൊന്നില്ലേ? അതിന്റെ ഭാവി നോക്കണ്ടേ? നമുക്ക് എങ്ങോട്ടെങ്കിലും മാറിയാലോ? എടി, നീ എന്തൊക്കെയാ പറയുന്നത്? എന്തു പറ്റി നിനക്ക്? ഇല്ലക്ക, ആ എണ്ണം കെട്ടവൾ കാരണം പുറത്തിറങ്ങാൻ വയ്യ. ആളുകൾ എന്തൊക്കെയാ ചോദിക്കുന്നത്? ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറണം. എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. ഷംല പൊട്ടിക്കരയുകയായിരുന്നു. ഷുക്കൂർ അവരെ ചേർത്ത് പിടിച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സീനത്തിന്റെ ഇളയത് ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവർ വിങ്ങിപ്പൊട്ടി തുടങ്ങിയിരുന്നു. അവൾ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ തീവ്രവാദി എന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടിയല്ലേ. അവൾ ഏത് ആപത്തിലാണ് പോയി പെട്ടതെന്ന് നമുക്കറിയില്ലല്ലോ. എൻ്റെ കുട്ടി 5 നേരം നിസ്കരിച്ച് ഓതിയത് മുഴുവൻ നമ്മുടെ നാട്ടിലല്ലേ. അവൾക്ക് നമ്മളെ നാടിനെ കീറി മുറിക്കുന്നവരുടെ കൂടെ കൂടാൻ കഴിയില്ലേ? അത് എനിക്ക് ഉറപ്പാണ്. വീടിന്റെ മുന്നിൽ ഒരു പോലീസ് ജീപ്പ് വന്നു. അതിൽ നിന്നും പോലീസുകാർ ചാടി ഇറങ്ങി. എന്താടോ, പെണ്ണ് വിളിച്ചാ? ഇല്ല സാർ. സീനത്തിന്റെ അനിയത്തിയെ നോക്കി പോലീസുകാരനൊന്ന് ചിരികൂട്ടി. ഇതിന്റെ കാര്യം എങ്ങനെയാണ്? ഏത് തീവ്രവാദിയാണ് ഇതിനെ കൊണ്ടുപോകുന്നത്? സാർ പ്ലീസ്, അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾ ആകെ വിഷമത്തിലാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ കൂടി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുക. ഓ, നിങ്ങൾക്ക് ചെയ്യാം, ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ. ആ പെണ്ണിന്റെ റൂം എവിടെ? നൂറിലെ സീനത്തിന്റെ മുറി ഷുക്കൂർ കാണിച്ചു കൊടുത്തി. അടുക്കിപ്പെറുക്കി വെച്ച നല്ല വൃത്തിയില്ല മുറി. അവിടെയുള്ള ഓരോ പുസ്തകങ്ങളും അവർ തിരിച്ചു മറിച്ചു നോക്കി. അതിലൊന്നും തന്നെ സീനത്തിന്റെ യാത്രയെക്കുറിച്ചുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തിരിച്ചിറങ്ങാൻ നേരം പോലീസ് ഇൻസ്പെക്ടർ ഷുക്കൂറിനെ നോക്കി. എടോ, അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കണം. ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട. പോയ പോലെ അല്ല ഞങ്ങളുടെ മോളിപ്പോ, ISSലാണ് ചേർന്നിരിക്കുന്നത്. അധ്യായം 12. പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു സീനത്തിന്. പുറത്തു മുഴുവൻ അവന്റെ ആളുകൾ, പല വേഷത്തിൽ, വിശപ്പും ദാഹവും തളർത്തിക്കളയുന്നത് പോലെ. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ നടക്കുന്നത് മുഴുവൻ കാണാം. വിശപ്പ് സഹിക്കാൻ കഴിയാത്ത സങ്കടം വരുന്നത് പോലെയൊക്കെ. താഴെ വിശാലമായ വലതിയക്കൂപ്പ കാണാം. പലരും ഭക്ഷണം കൊണ്ടുവന്ന് തള്ളുന്നത് കാണാം. ആരും കാണാതെ അവൾ ആ കൂപ്പയ്ക്കടുത്തേക്ക് നടന്നു. കൂപ്പയിൽ നിന്നും സീനത്ത് ആഹാരം എടുത്തു. ഹൃതിയിൽ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി. ആർത്തിയോടെ അവൾ ഭക്ഷണം കഴിക്കുകയാണ്. വല്ലാത്ത രുചിയാണ് ഭക്ഷണത്തിന്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്രയും രുചി അനുഭവിച്ചിട്ടില്ലാത്ത ഭക്ഷണം. ഇടയ്ക്ക് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. മാലിന്യ കുമ്പാരത്തിൽ നിന്നും ഭക്ഷണം എടുത്തു കഴിക്കേണ്ടി വന്ന തന്റെ ഗതികേടിനെ കുറിച്ച് അവൾ ചിന്തിക്കാതെ ഇരുന്നില്ല. നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുള്ളികളെ പിടിച്ചു നിർത്താൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. സാരമില്ല, എല്ലാവർക്കും ചെറിയ പാത്രങ്ങളിൽ ഭക്ഷണം പടച്ചം കൊടുത്തപ്പോൾ എനിക്ക് റബ്ബ് വലിയ തളികയിൽ ഭക്ഷണം ഒരുക്കി എന്ന് ആശ്വസിക്കുവാൻ അവൾ ശ്രമിച്ചു. അവളെന്റെ പ്രിയപ്പെട്ടവൻ ഇപ്പോൾ എവിടെയായിരിക്കും? അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ? എന്നെപ്പോലെ അവനും എവിടെയെങ്കിലും നെറ്റ് കിട്ടാത്തത് കൊണ്ട് ഒന്നും അറിയാൻ കഴിയുന്നില്ല. നമ്മുടെ നഷ്ടങ്ങളൊക്കെ നമുക്ക് പാഠമാവണം. മരം പൊഴിച്ച ഇഴകളൊക്കെ മരത്തിന് വളമാവുന്നത് പോലെ കാലം എനിക്ക് കാത്തുവയ്ക്കുന്ന പൂവായിരിക്കണം നീ. അതാവണം നമ്മുടെ പ്രണയം. പൂവായി വിരിയും വരെ കാർമേഘങ്ങൾ പോലെ പലതും എന്നെ കെട്ടിയിടുന്നുണ്ട്. എങ്കിലും ഒരു നാൾ ഞാൻ മഞ്ഞുതുള്ളി പോലെ
നിന്നിതളുകൾ തഴുകുമ്പോൾ കാത്തിരിപ്പിന്റെ തഴമ്പുകളെല്ലാം മാഞ്ഞുപോകും. എനിക്കുറപ്പാണ്. തോരാതെ പെയ്യുന്നിതാ നെഞ്ചോരത്ത് മാരിയായി നിന്നോർമ്മകൾ. നീ മാത്രം എങ്ങനെയാണ് റംഷി ഓർമ്മയുടെ ഓരോ കോണിലും ഇരുന്ന് എൻ്റെ മറവിയെ വെല്ലുവിളിക്കുന്നത്? പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, റംഷി എൻ്റേത് മാത്രമായിരുന്നില്ലല്ലോ. ഒന്ന് ഞാൻ എന്താണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന്. വരൾച്ച ബാധിച്ച നദിയും അകൽച്ച ബാധിച്ച ബന്ധങ്ങളും പുനർജനിക്കുന്നത് നനഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നത് സത്യമാണ് റംഷി. നീ ഇടയ്ക്ക് ഇടവഴിയിൽ വെച്ച് 2-3 ദിവസങ്ങൾ കാണാതെ കണ്ടുമുട്ടുമ്പോൾ നിന്റെ നിശ്വാസം എൻ്റെ കഴുത്തിടങ്ങളെ പൊള്ളിച്ചുകൊണ്ട് ചോദിക്കാറില്ലേ, നമ്മൾ എന്തിനാണ് കണ്ടുമുട്ടിയത്? ഇങ്ങനെ കാണാതെ നിൽക്കുമ്പോൾ വീർപ്പുമുട്ടാനോ എന്ന്. ശരിക്കും നിനക്കിപ്പോൾ വീർപ്പുമുട്ടലുണ്ടോ? എന്നെ കാണാൻ ആ ഇടവഴിയിലേക്ക് ഓടിയെത്താൻ തോന്നുന്നുണ്ടോ? എന്നിൽ നീ തന്നുപോയ വസന്തം ഇന്നും പൂക്കുന്നുണ്ട് റംഷി. നീ ബാക്കി വെച്ച ഓർമ്മകളുടെ നനുത്ത സ്പർശമേകി ഓർമ്മകൾ തികത്തിത്തേട്ടി അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയും അവരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടണം. തിരക്ക് പിടിച്ച നഗരത്തിലേക്ക് അവൾ നോക്കി നിന്നു. അവിടെവിടെയായി രാത്രിയിൽ മാംസക്കച്ചവടത്തിനായി ഇറങ്ങിയ ചായം പൂശിയ പെണ്ണുങ്ങളെ കാണാം. കച്ചവടം ഉറപ്പിക്കാനും ഇരകളെ വലവീശി പിടിക്കാനും ഏജന്റുമാർ. എന്തു ചെയ്യണമെന്നറിയാതെ ഒരു ദിർഹവും കയ്യിലില്ലാതെ അവൾ അങ്ങനെ നിന്നു. അധ്യായം 13. വലിയൊരു ആയുധശേഖരം തന്നെ ആ ക്യാമ്പിലുണ്ടായിരുന്നു. അവർ സംസാരിക്കുന്നത് മുഴുവൻ ഉറുദുവിലായിരുന്നു. റംഷിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോഴൊക്കെ ആയുധങ്ങളിൽ അവർ പിടിപൊട്ടിച്ചും അവർ ചിരിക്കും. ക്യാമ്പുകളിൽ കനലിൽ ചുട്ടെടുക്കുന്ന റൊട്ടിയും മട്ടനും ഒക്കെ ആയിരിക്കും മിക്കവാറും സമയങ്ങളിൽ. 5 നേരം നിസ്കരിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ പ്രവൃത്തികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. കബീർക്ക, എന്തിനാണ് എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത്? ഇതിലും ഭേദം ആ മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നത് തന്നെയായിരുന്നു. എടോ, നീ എന്തിനാ ദുബൈയിൽ വന്നത്? 4 കാശുണ്ടാക്കാൻ വേണ്ടിയല്ലേ? ആ ക്യാഷ് ഇവിടുന്ന് കിട്ടിയാൽ നിനക്കെന്താ പുളിക്കുമോ? ഇക്ക, ഇവരുടെ പരിപാടികൾ മുഴുവൻ നമ്മുടെ രാജ്യത്തിനെതിരല്ലേ? ആണെങ്കിൽ നിനക്കെന്താ? നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെ അവസ്ഥ നിനക്കറിയണ്ടേ? നീ ഇത്ര സ്നേഹിക്കുന്ന നിന്റെ രാജ്യത്തെ ആളുകൾ അവരോട് ചെയ്യുന്നത് എന്താണെന്നറിയണ്ടേ? കബീർ മൊബൈൽ തുറന്ന് റംഷിയെ കാണിച്ചു കൊടുത്തു. നാട്ടിലെ കവലയിൽ അവൻ്റെ പോസ്റ്റുകൾ, പിന്നെ പോലീസുകാർ തൻ്റെ ബാപ്പയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എല്ലാം കണ്ട് അവൻ തളർന്നിരുന്നു പോയി. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണിക്ക? അതാണ് മോനെ നമ്മുടെ നാട് എന്ന് പറയുന്നത്. നിന്റെ ബാപ്പയെ എത്ര അവർ തല്ലിയിട്ടുണ്ടാവും. ആ പോലീസ് സ്റ്റേഷൻ നമുക്കെല്ലാം ഇല്ലാതാക്കണ്ടേ? ഷൂസ് വെച്ച് ആ ഉപ്പാന്റെ നെഞ്ചിൽ ചവിട്ടാനൊരുങ്ങുന്ന പോലീസുകാരനെ കാലവരിക്കയക്കണ്ടേ? നിനക്ക് വേണ്ടി ഞാനത് ചെയ്യും മോനെ. ഇക്ക, വേണ്ടക്ക, അതൊക്കെ പിന്നീട് പ്രശ്നങ്ങളായി മാറും. മാറട്ടെ മോനെ, മാറണം. നമ്മളിൽ ഒരുവനെ തൊട്ടാ പിന്നെ മരണം മാത്രമാണ് മുന്നിലെന്ന് തിരിച്ചറിയണം. നിന്റെ പെണ്ണിനെ നാട്ടിൽ നിന്നും കാണാനില്ല. നിന്റെ കൂടെ നീ കൊണ്ടുവന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അവൾ എവിടെയെന്ന് നിനക്കറിയോ? റംഷി ഞെട്ടലോടെയാണ് അത് കേട്ടത്. സീനത്ത് പിന്നെ എവിടെയാണ് പോയത്? പാവം, ഒരുപാട് സഹിച്ചു. അവൾ തന്നതിൻ്റെ 1% പോലും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോഴൊക്കെ അവൾ അല്പം പിണങ്ങി മാറി നിൽക്കും. അപ്പോൾ പിറകിലൂടെ ചേർത്ത് പിടിച്ച് ആ ചെവിയിൽ നാവുകൊണ്ടൊന്ന് തൊട്ടാൽ ഒരു പിടച്ചിലും ഒരു കെട്ടിപ്പിടുത്തവുമാണ്. എത്ര നേരമാണ് എന്നറിയാത്ത ഒരു നിലനിൽപ്പാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ഈ നോവലിൻ്റെ ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കണൊക്കെ അമർത്തുകയൊക്കെ ചെയ്തിട്ട് ഒന്ന് കാത്തു നിൽക്കണം. നാളെ നമ്മൾ ഈ ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒത്തിരി സ്നേഹം, സന്തോഷം. അഭിപ്രായങ്ങൾ മാർക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒത്തിരി സ്നേഹം.